കാസർഗോഡ് ബദിയടുക്കയിൽ മോഷണക്കേസ് ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ഡ്രൈവറായ ഏത്തടുക്ക സ്വദേശി അജിത് കുമാറിനെയാണ് പോലീസ് മർദ്ദിച്ചത്. അടയ്ക്ക മോഷണക്കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ പ്രതിയുമായി സാമ്യമുണ്ടെന്ന പേരിലായിരുന്നു കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. അതിനും ആദ്യം പ്രതികരണത്തിലേക്ക്. തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പറയുന്നില്ലെങ്കിൽ നിന്നെ നമ്മൾ FIR ഇട്ടിട്ട് നിന്നെ കോർട്ടിലേക്ക് അയക്കും, പിന്നെ നീ അവിടെ പോയിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ അയക്കോ, പക്ഷേ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ സമ്മതിക്കാൻ റെഡിയില്ല എന്ന് പറഞ്ഞു. ആ ഫുട്ടേജും എൻ്റേതല്ല, അതിലുള്ള ആളും ഞാനല്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നിട്ടും കൂട്ടാക്കുന്നില്ല. അവരോട് ഞാൻ എൻ്റെ വാക്ക് ഞാൻ പറയാൻ പോകുമ്പോൾ അവരെന്നെ കാറിൻ്റെ ഉള്ളിൽ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ടില്ല, കാറ് പുറത്ത് വെച്ചിട്ട് അവർ എന്നെ അടിച്ചു, കവളത്തടിച്ച് ഇടത്തേക്ക് കോളർ പിടിച്ചിട്ട് രണ്ടാമത് അടിച്ചു. ഒരു പോലീസ്, ഫ്രണ്ടിലുള്ള പോലീസ് അടിച്ചിട്ട് പിന്നെ ബാക്കിലുള്ള പോലീസ് എന്താക്കി, ബാക്കിലുള്ള പോലീസും അടിച്ചു, എൻ്റെ മീത് അടിച്ചു. ഡ്രൈവർ ഒന്നും ചെയ്തിട്ടില്ല, ഡ്രൈവർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരാൾ പോലീസ് വന്നിട്ട് അവരെന്നോട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ എന്നെ കൂട്ടാക്കിയിട്ടില്ല. ഭരണം മാറിയതിന് പിന്നാലെ പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കാസർഗോഡ് നടന്നത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തല്ലുന്ന രീതിയിലേക്ക് പോലീസ് മാറി. എന്താണ് സിജു കണ്ണൻ കാസർഗോഡ് നടന്നത്? സിജു, കാസർഗോഡ് ബദിയടുക്ക ഏത്തടുക്ക സ്വദേശി അജിത് കുമാർ സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അജിത് കുമാർ ഡ്രൈവറാണ്. ഏത്തടുക്കയിൽ സാധാരണ നിലയിൽ ഡ്രൈവറായി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന യുവാവാണ്. ഈ യുവാവിനെ കഴിഞ്ഞ ദിവസം ജൂലൈ 8-ാം തീയതിയാണ് ബദിയടുക്കയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 പോലീസുകാർ ഒരു സ്വകാര്യ കാറിൽ മഫ്തിയിൽ വന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരോട് പറഞ്ഞത് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്നു എന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. അജിത് കുമാറിനോടും ഇതേ നിലയിലാണ് പറഞ്ഞത്. അജിത് കുമാറിനോടും ഇതേ നിലയിലാണ് പറഞ്ഞത്. ജൂലൈ 2-ന് ഈ ബദിയടുക്ക ഏത്തടുക്ക ഭാഗത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ നിന്ന് അടയ്ക്ക മോഷണം പോയിരുന്നു. ഈ മോഷണ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാണ് അജിത് കുമാറിനെ വീട്ടിൽ നിന്ന് അമ്മയുടെയും സഹോദരിയുടെയും സഹോദരൻ്റെയും എല്ലാം മുന്നിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. ഈ വാഹനത്തിലെത്തിയ ഉടൻ അജിത് കുമാറിനോട് മോഷണ വിവരങ്ങൾ ചോദിച്ചു എന്നാണ് അജിത് കുമാർ പറയുന്നത്. എവിടെയാണ് മോഷ്ടിച്ച സാധനങ്ങളുള്ളത്, എത്ര സാധനങ്ങളാണ് മോഷ്ടിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത അജിത് കുമാർ ഇക്കാര്യം നിഷേധിച്ചു. എന്നാൽ നിഷേധിക്കുമ്പോൾ ആ വണ്ടിയിൽ വെച്ച് മുഖത്ത് അടിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വയറിലും നടുവിനും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 2 പോലീസുകാർ മാറി മാറി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഈ വാഹനത്തിൽ പോകുമ്പോൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഈ കുറ്റം സമ്മതിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ച് മറ്റൊരു വഴിയിൽ കൂടി, സ്റ്റേഷൻ്റെ പിന്നിൽ കൂടി കുട്ടികളെ സാധാരണ സ്റ്റേഷനിൽ എത്തിച്ചാൽ ഇരുത്തുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും 3 മണിക്കൂർ നേരം നിരന്തരം ഈ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചു എന്നാണ് അജിത് കുമാർ പറയുന്നത്. പക്ഷേ താൻ ആ കുറ്റം ചെയ്യാത്തതുകൊണ്ട് അത് നിഷേധിച്ചു. ഈ സമയത്തെല്ലാം മുഖത്തടിച്ചിരുന്നു തൻ്റെ എന്നാണ് അജിത് കുമാർ പറയുന്നത്. അജിത് കുമാർ 1 വർഷം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് മുഖത്ത് കാര്യമായ മുറിവ് പറ്റിയിരുന്നു. അവിടെ സർജറി കഴിഞ്ഞ ഭാഗമാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ മർദ്ദിച്ചത് കൊണ്ട് വലിയ വേദനയുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറിനുൾപ്പെടെ മർദ്ദിച്ചത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കാസർഗോഡ് ചെങ്കളയിൽ EK നായനാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ് അജിത് കുമാർ പറയുന്നത്. കാരണം നാട്ടുകാരുടെ മുന്നിൽ നിന്ന്, വീട്ടുകാരുടെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഒരു മോഷ്ടാവായി ചിത്രീകരിച്ചു. പിന്നീട് 3 മണിക്കൂറിന് ശേഷമാണ് ഇവർ പോലീസുകാർ തന്നെ വീട്ടിൽ എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിശദീകരണം ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ നേരമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ആരും കൃത്യമായി ഫോൺ എടുക്കാനോ മറുപടി നൽകാനോ തയ്യാറാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അടക്ക മോഷണ കേസിൽ ബദിയടുക്ക പോലീസ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് അടയ്ക്ക മോഷ്ടിച്ചു എന്നാരോപിച്ച് പ്രതി ആയ ആളുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ച് മറ്റൊരു യുവാവിനെ പോലീസ് മർദ്ദിച്ചു. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.